അതല്ലേ? അതെ അതെ അതെ, ഫ്രഞ്ച് റെവല്യൂഷന് നമ്മൾ ആദ്യം മൊത്തമായിട്ട് നമ്മൾ നമ്മുടെ പഴയ SCERT നോക്കി പഠിച്ചായിരുന്നു അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പം നമ്മുടെ പുതിയ SCERT നല്ല ഡീറ്റെയിൽ ആയിട്ടാണ്. അപ്പം ഇന്നലത്തെ നമുക്കൊന്ന് ചുമ്മാ റീവൈസ് ചെയ്യാം. നമ്മുടെ ഫ്രാൻസിൽ ഭരിച്ചുകൊണ്ടിരുന്ന രാജവംശം ആരായിരുന്നു? ബൂർബോൺസ് ആയിരുന്നു അല്ലേ? ബോർബൺ. ബൂർബോൺസ് ആയിരുന്നു. പിന്നെ അതില് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ആളാരാണ്? 14-ാമൻ ലൂയി 14-ാമനാണ്. 15-ാമൻ അതെ. എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് ശേഷം എനിക്ക് പ്രളയം. ശേഷം പ്രളയം. പ്രളയം. ഓക്കെ. 16-ാമൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, പക്ഷെ പുള്ളി ഭരണകാര്യത്തിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഭാര്യയും 16-ാമൻ അതിനപ്പുറമായിരുന്നു. എന്തോ? ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഭരിച്ചിരുന്നത് 16-ാമനാണ്. 16-ാമനാണ്. ഓക്കെ. അപ്പോ അവര് ദൈവദത്താധികാര സിദ്ധാന്തം അല്ലെ? ദൈവദത്താധികാര സിദ്ധാന്തം നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു. എന്തുവായിരുന്നു? അവർക്ക് അവരുടെ റൈറ്റ് മൊത്തം, അവർക്ക് ഈ സൂക്ഷിച്ച് ജീവിക്കാനുള്ള റൈറ്റ് ദൈവം കൊടുത്തെന്നായിരുന്നു അവര് പറഞ്ഞേക്കുന്നത്. അതെ. ഓക്കെ. അതിനുശേഷം നമ്മൾ അവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതിയെ കുറിച്ചായിരുന്നു പറഞ്ഞത് അല്ലേ? എത്ര എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു? അവിടെ 3. 3 എസ്റ്റേറ്റ് ഉണ്ട്. 3 എസ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ അവിടെ ആദ്യത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരാണ് അല്ലെ? പുരോഹിതന്മാര്. അപ്പോ ഈ പുരോഹിതന്മാർക്ക് ഒരു തരത്തിലുള്ള ടാക്സും അടയ്ക്കണ്ടെന്നായിരുന്നു അല്ലേ? നമ്മൾ അവരും പഠിച്ചേക്കുന്നത് എങ്ങനെയാണ്? പക്ഷെ എന്തോ? അല്ല, എല്ലാ വിഭാഗക്കാരും ഉണ്ടല്ലോ ടാക്സ് അടയ്ക്കുന്നത്. അതെ അതെ ചെറിയൊരു അതെ അതാ, നമ്മൾ അങ്ങനെ ഇതുവരെ നമ്മൾ കഴിഞ്ഞ SCERT-യിൽ നമ്മൾ അവർ ടാക്സ് ഒന്നും അടയ്ക്കണ്ട എന്നുള്ള രീതിക്കായിരുന്നു പഠിച്ചത് അല്ലെ? പുരോഹിതരും പിന്നെ പ്രഭുക്കന്മാരും. പക്ഷെ നമ്മുടെ പുതിയ SCERT-യിൽ അപ്ഡേറ്റ് ആയി വന്നപ്പോൾ എല്ലാ വിഭാഗവും അടയ്ക്കേണ്ട ഒരു ടാക്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏത്? വോങ്തിയം. മറക്കരുത്. അപ്പോ ഈ ടാക്സ് എന്ന് പറഞ്ഞാൽ വലിയ തുകയൊന്നും അല്ല കേട്ടോ. നമ്മുടെ സാധാരണക്കാര് അടയ്ക്കുന്ന അത്രയും വലിയ തുകകളൊന്നും ഇവരടയ്ക്കുന്നില്ല. അപ്പോ ഈ വോങ്തിയം നമ്മുടെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും അടച്ചിട്ടുണ്ട് രാജാവിന്. വളരെ ചെറിയ തുകയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. എന്തിനാണ്? രാജാവിനെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോ ഈ പ്രഭുക്കന്മാര് സാധാരണക്കാരെ വളരെ അധികം രീതികളിൽ ചൂഷണം ചെയ്യുമായിരുന്നു. അപ്പൊ അതിലൊരു ഇതാണ് കോർവി. ഈ കോർവി എന്ന് പറഞ്ഞ എന്താണ്? പണി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണമെന്നല്ലേ പറഞ്ഞ? അവർക്ക് വേണ്ട ജോലികൾ അതെ അതെ, അവർക്ക് വേണ്ട ജോലികള് വർഷത്തിൽ 3-4 ദിവസം എന്നൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ അവര് ചിലപ്പോ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യിക്കും അല്ലേ? പ്രതിഫലം തിരിച്ചു കൊടുക്കാതെ. അതെ അതെ, പ്രതിഫലം കൊടുക്കാതെ. പിന്നെ ബെനാലിച്ച് അല്ലെ? ബെനാലിച്ചി ഉണ്ട്. അതാണെങ്കിൽ നമ്മുടെ വീഞ്ഞ് നിർമ്മാണം അല്ലെങ്കിൽ ബ്രെഡ് റൊട്ടിയൊക്കെ നിർമ്മിക്കുന്നിടത്ത് നിർമ്മിക്കാൻ അതിന്റെ ഇത് വേണമല്ലോ, ബോർമയൊക്കെ വേണമല്ലോ. അപ്പൊ അതിന്റെ ഉടമസ്ഥന്മാർക്ക് കൊടുക്കുന്ന വാടകയാണ് ബെനാലിറ്റി. പിന്നെന്തായിരുന്നു? ബെൻവിൻ. അതായത് വീഞ്ഞിന് മേലെയുള്ള നികുതിയായിരുന്നു ബെൻവിൻ. പിന്നെ പിയാഷ്, അതാണെങ്കിൽ പാലങ്ങള്, റോഡുകള് അവ ഉപയോഗിക്കുന്നതിനുള്ള ആ ഒരു നികുതി. പിന്നെ ടെറാഷ് എന്തുവായിരുന്നു? ഹലോ കേക്കാം. വിളവെടുപ്പ് കാലത്ത് അതെ അതെ, വിളവെടുപ്പ് കാലത്തെ നികുതിയായിരുന്നു അല്ലെ? വിളവെടുക്കുന്ന കർഷകരിൽ നിന്ന് പിരിച്ചിരുന്ന നികുതിയായിരുന്നു. പിന്നെ നമ്മൾ എന്തുവായിരുന്നു ഇന്നലെ പറഞ്ഞത്? ഈ കോമൺസിന്റെ കാര്യം. കോമൺസ് ആണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്നത് അല്ലെ? തൊഴിലാളി വർഗം, കർഷകര്, തൊഴിലാളികള്, മധ്യവർഗം. അപ്പൊ ഇതിനിടയില് അത് മാത്രമല്ല, നമ്മള് പറഞ്ഞിരുന്നല്ലോ, ഇവർക്ക് ഈ സൈനിക സേവനം നിർബന്ധമായിട്ടും ചെയ്യിക്കുമായിരുന്നു. ഫ്രീ ആയിട്ട് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സൈനിക സേവനവും ചെയ്യിക്കും. പിന്നെ എന്താണ്? പൊതുനിരത്ത്, പാലങ്ങള്, ഈ ജലമാർഗം ഇതൊക്കെ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ പുനരുദ്ധാരണം ചെയ്യുമ്പോൾ ഇതിനെല്ലാം ഇവര് ഫ്രീ ആയിട്ട് തന്നെ പോയി ചെയ്യണം. പൈസ ഒന്നും കൊടുക്കത്തില്ല. അതിനുശേഷം നമ്മൾ എന്തുവായിരുന്നു പറഞ്ഞത്? മധ്യവർഗത്തിന്റെ ഉദയം. മധ്യവർഗം എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് മിഡിൽ ക്ലാസ് പുതിയതായിട്ട് വന്നതിന്റെ കാര്യം പറഞ്ഞല്ലേ? അതെ അതെ. ഈ മധ്യവർഗം ശരിക്കും ആര് തന്നെയാണ്? എവിടുന്ന് ഉയർന്നു വന്നതാ? അതെ, കോമൺസ് തന്നെ. ഈ സാധാരണക്കാരെ തന്നെ ഉയർന്നു വന്നേ. കാരണം ഈ ഒരു 18-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേനും അറിയാലോ, 18-ാം നൂറ്റാണ്ടിലെ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് പഠിക്കുന്നത് അല്ലേ?
മെയിൻ വ്യാവസായികവൽക്കരണം. അതെ, വ്യാവസായികവൽക്കരണം. അപ്പോ ഈ വ്യാവസായികവൽക്കരണം കാരണം പുതിയ പുതിയ നഗരങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. അപ്പോ നമ്മുടെ ഈ സാധാരണക്കാരെ നഗരങ്ങളിലേക്ക് ചേക്കേറുക എന്തിനാണ്? ജോലിക്കായിട്ട്. അങ്ങനെ അവര് അതെ. പുതിയ പുതിയ ജോലി സാധ്യതകൾ കണ്ടെത്തിയപ്പോഴത്തേനും ഇവർക്ക് വരുമാനവും കിട്ടാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു അവരുടെ താഴ്ന്ന സ്ഥിതിയിൽ നിന്ന് കുറച്ചുകൂടെ സാമ്പത്തിക സ്ഥിതി കൈവരിച്ച് അവര് പുതിയൊരു വിഭാഗമായിട്ട് മാറുക. ഒരു നടുക്ക് നിൽക്കുന്ന ഒരു ക്ലാസ്, മധ്യവർഗം. അപ്പോഴ് ആരൊക്കെയായിരുന്നു ഈ മധ്യവർഗത്തിൽ പെടുന്ന? ആരൊക്കെയാണ്? കച്ചവടക്കാര്, അതെ, കൃഷിക്കാര്. കച്ചവടക്കാര്, ഡോക്ടർമാര്, വക്കീലന്മാര്, ബാങ്കർമാര്, ഇവരെല്ലാം തന്നെ ഈ നമ്മുടെ മധ്യവർഗത്തില് ഉൾപ്പെടുത്തിയ അവരെ. അപ്പൊ വിഷയം എന്താന്ന് വെച്ചാല് ഇവര് വിദ്യാഭ്യാസപരമായിട്ട് സാമ്പത്തികമായിട്ടും എല്ലാം ഏറ്റവും താഴെ കിടക്കുന്ന കോമൺസിനേക്കാളും ഇവര് ഉയർന്നു തന്നെയാണ് ഇരുന്നത്. പക്ഷേ ഇവർക്ക് എന്തെങ്കിലും റൈറ്റ് ഉണ്ടായിരുന്നോ? ഇവർക്ക് എന്തെങ്കിലും അവകാശം കൊടുത്തിരുന്നോ? ഇവർക്ക് യാതൊരു അധികാരവും ഇല്ലായിരുന്നു. യാതൊരു അധികാരവും അവകാശവും അവർക്കില്ലായിരുന്നു. എങ്ങനെ ഇരുന്നിട്ടും അവര് കോമൺസിനേക്കാളും ഉയർന്ന ഒരു രീതിക്കായിരുന്നു ജീവിച്ചിരുന്നത്. എന്നിട്ട് പോലും അവർക്ക് യാതൊരു അവകാശവും കൊടുത്തിരുന്നില്ല. അത് മാത്രമല്ല, നമ്മള് ഒരു ഗ്യാബൽ എന്ന് പറയുന്ന ഒരു നികുതി കൂടിയുണ്ട് കേട്ടോ. 13-ാം നൂറ്റാണ്ട് മുതല് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന ഒരു നികുതിയായിരുന്നു ഗ്യാബൽ. അതും മറക്കല്ലേ കേട്ടോ. 15-ാം നൂറ്റാണ്ട് മുതൽ ഇത് ഉപ്പിന് മാത്രമായിട്ടുള്ള നികുതിയായിട്ട് മാറി. ഓക്കെ, ഗ്യാബല്. അതും കൂടെ നോക്കി വെക്കണേ. അപ്പോ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി 1770-കളില് ഫ്രാൻസില് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായി. കാർഷിക പ്രതിസന്ധിയാണ് മെയിനായിട്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ? കൃഷിയൊക്കെ കുറഞ്ഞ് നശിച്ചു പോയി കുറെയൊക്കെ. അപ്പൊ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് ഉള്ള ധാന്യങ്ങൾക്കും പിന്നെ റൊട്ടിക്കും എല്ലാത്തിനും വില കൂടി. അങ്ങനെ 1730-നും 89-നും ഇടയില് ധാന്യങ്ങളുടെ വില ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്തു. അതായത് ഏകദേശം 60% വർധനവുണ്ടായി. പക്ഷേ തൊഴിലാളികളുടെ കൂലിയില് 22% മാത്രമേ വർധനവ് വന്നുള്ളൂ. അപ്പൊ തന്നെ അറിയാലോ, അവര് തീറ്റപ്പുല്ലൊക്കെ കൊടുത്താണ് അവരുടെ കാലികളെ വളർത്തുന്നത്. അപ്പം അതിന് ഭയങ്കര ക്ഷാമം വന്നു. കന്നുകാലി സമ്പത്തിലും വലിയ കുറവുണ്ടായി. അങ്ങനെ ജനസംഖ്യയുടെ വലിയൊരു 1/3 ഭാഗത്തിനെ ഈ പ്രശ്നം ബാധിച്ചു. അപ്പോൾ ബ്രിട്ടനുമായിട്ട് നമ്മുടെ ഫ്രാൻസിലെ സർക്കാർ ബ്രിട്ടനുമായിട്ടൊരു കരാറിലെത്തുവാണ്. എന്തായിരുന്നു കരാറ്? നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. പറയാമോ അനൂപേ? അതെ. ബ്രിട്ടനിലെ സാധനങ്ങൾക്കൊക്കെ ഈ നികുതി അങ്ങോട്ട് കുറച്ചു. ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നികുതി കുറച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ സംഭവിച്ചപ്പോ എന്തോ പറ്റി? ഓൾറെഡി ഇവിടെയുള്ള സാധനങ്ങൾക്ക് വില കൂടുതലായിരുന്നു. അതെ. അപ്പൊ ആൾക്കാരെല്ലാം അത് വാങ്ങിക്കാൻ തുടങ്ങി. അതെ, എല്ലാരും അത് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ അവിടുത്തെ സാധാരണക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു. അവർക്കത് പണിയായി. എല്ലാരും ഒന്ന് ഇത് മ്യൂട്ട് മാറ്റിയിട്ടേ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് സ്ക്രീൻ കാണത്തില്ലയോ? എല്ലാവർക്കും കാണാമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നല്ലോ, എല്ലാ വിപ്ലവങ്ങളിലും ആരാണ് ആദ്യമേ സ്വാധീനിക്കാൻ തുടങ്ങിയത്? ഈ ആൾക്കാരെ, സാധാരണക്കാരെ, അവിടെയുള്ള ചിന്തകരുടെ അല്ലെ? അവരുടെ പുതിയ പുതിയ ഓരോ കോൺസെപ്റ്റുകളും തിയറികളും ഒക്കെ സാധാരണക്കാരെ സ്വാധീനിക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടം വരെയാണ് നമ്മൾ ഇന്നലെ പഠിപ്പിച്ചു തീർന്നത്. അപ്പോ നമുക്ക് ഇന്ന് ചിന്തകര് ആരൊക്കെയാണ് മെയിൻ ആയിട്ടെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വോൾട്ടയർ ആണ്. വോൾട്ടയറിന്റെ കാര്യം നമ്മൾ അറിയാലോ. ഒരു വലിയ തത്വചിന്തകനും ചരിത്രകാരനും ഒക്കെ ആയിരുന്നു ഈ വോൾട്ടയർ. അദ്ദേഹം ദൈവനിഷേധി അല്ലായിരുന്നു. പക്ഷേ ഈ പുരോഹിതന്മാരെ നിരന്തരം അദ്ദേഹം എന്ത് ചെയ്തു? വിമർശിച്ചിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികള്. അപ്പോ ഈ വോൾട്ടയർ എന്താണ്? ഒരു ഫിലോസഫറാണ്.
അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു നോവലാണ് കാൻഡേഡ് എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു നോവലാണ്. അതിനെക്കുറിച്ചൊന്നും ഇതിനകത്തില്ല, അതുകൊണ്ട് നമുക്ക് നോക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നോവലുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഫിലോസഫിക്കൽ വർക്കുകളൊക്കെ. അതിൽ കൂടെ ഒക്കെ അദ്ദേഹം പുരോഹിതന്മാരെ വിമർശിക്കുകയാണ് ചെയ്തത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് റൂസോ. അപ്പോ ഒരു കാര്യം കൂടെ വിട്ടുപോയി, ഈ വോൾട്ടയർ ഈ പുരോഹിതന്മാരെ വിമർശിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഈ ഫ്രാൻസിൽ നിന്ന് പുറത്താക്കിയായിരുന്നു കേട്ടോ. ഫ്രാൻസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയായിരുന്നു. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് റൂസോ ആണ് കേട്ടോ. റൂസോ ഒരു വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രമീമാംസകനുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതിയാണ് ഇത് പണ്ടൊക്കെ ക്വസ്റ്റ്യൻ വരുമായിരുന്നു, ഇപ്പൊ അങ്ങനെ കാണാനില്ല. സോഷ്യൽ കോൺട്രാക്ട് ആര് രചിച്ചയാന്ന് അല്ലെ? സോഷ്യൽ കോൺട്രാക്ടിന്റെ ഒരു എക്സാമിന് വന്നായിരുന്നോ? എക്സാമിന് ചോദിച്ചായിരുന്നു. അല്ല ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാന്ന് ചോദിച്ചിരുന്നു. ഏത് എക്സാം ആണെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് WCP എന്ന് തോന്നുന്നു ഈയിടെ ചോദിച്ചത്. അതിനകത്താ WCP ഒന്ന്. ഓക്കെ. അപ്പം WCP അതെ. ശരി. അത് ഞാൻ നോക്കിയില്ലായിരുന്നു കേട്ടോ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതിയാണ്, ആരുടെ? റൂസോയുടെ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. അപ്പൊ അതില് വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെയാണ് അദ്ദേഹം നിർവഹിച്ചത്. ജനങ്ങള് തങ്ങളുടെ ക്ഷേമത്തിനും സാമൂഹിക ഉടമ്പടി, സോഷ്യൽ കോൺട്രാക്ട്. ഓക്കെ. അപ്പൊ ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാറ് പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. അപ്പോ രാജാവ്, പുള്ളിക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലേ, ഈ ജനങ്ങളുടെ ക്ഷേമമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം. പക്ഷെ ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെ എന്ന് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കൃതിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു, അങ്ങനെയാണ് അദ്ദേഹം വാദിച്ചത്. അപ്പോ നിലവിലുള്ള അധികാര ഘടനയെ അദ്ദേഹം എതിർത്തു. നിലവിലുള്ള ഘടന എന്തുവായിരുന്നെന്ന് അറിയാലോ? അഴിമതി നിറഞ്ഞ ഒരു ഇതായിരുന്നു. അവര് സൂഹിക്കുന്നേ ഉള്ളൂ, അവര് ദൈവത്തിന്റെ പ്രതിനിധിയാണെന്നും പറഞ്ഞ്. അപ്പോ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞതും നമ്മുടെ റൂസോ തന്നെയാണ്. അപ്പൊ ഇതും ക്വസ്റ്റ്യൻ നേരത്തെ വരുന്നതായിരുന്നു. ഇത് കുറെ ചോദിച്ചിട്ടുള്ളതാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ്. അതും അദ്ദേഹത്തിന്റെ വരികൾ തന്നെയാണ് കേട്ടോ. അതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള. അടുത്ത നമ്മുടെ ചിന്തകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. അപ്പൊ മോണ്ടസ്ക്യൂ മെയിനായിട്ട് വിമർശിച്ചത് എന്താണ്? ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയാണ് അദ്ദേഹം വിമർശിച്ചത്. അപ്പോ അദ്ദേഹം നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച അദ്ദേഹം. അപ്പൊ എന്താണ് നിയന്ത്രിത രാജവാഴ്ച എന്ന് പറയുമ്പോ എന്താണ്? രാജാവിനെ നിയന്ത്രിക്കാൻ ഒരു പാർലമെന്റ്, നല്ല പവർ ഉള്ള ഒരു പാർലമെന്റ് കാണും അല്ലെ? അപ്പോ ഗവൺമെന്റിന്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ, ഇത് നമ്മുടെ പഴയ SCRT പഠിച്ചപ്പോഴും പറഞ്ഞായിരുന്നു അല്ലെ ഈ ഒരു കാര്യം തന്നെ. ആ കാര്യം തന്നെയല്ലേ ഇപ്പോഴും നടന്നു പോകുന്നത്? നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം അല്ലെ, ജുഡീഷ്യറി. ഇത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത് എല്ലാ മോഡേൺ റിപ്പബ്ലിക് ആയിട്ടുള്ള എല്ലാ കൺട്രികളിലും അല്ലെ? അപ്പോ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് ഏത്? നിയമത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ്. അപ്പൊ ആരുടെയാണ്? മോണ്ടസ്ക്യൂവിന്റെ ആണ് കേട്ടോ. മോണ്ടസ്ക്യൂ, നിയമത്തിന്റെ ആത്മാവ്. ഓക്കെ, ശരി. അപ്പൊ ഈ ഗ്രന്ഥത്തില് ഗവൺമെന്റിന്റെ തത്വങ്ങളും നിയമത്തിന്റെയും ഭരണഘടനയുടെയും പരിണാമവുമാണ് അദ്ദേഹം വിശകലനം ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ മോണ്ടസ്ക്യൂവിന്റെ ബുക്കിന്റെ പേരെന്താണ്? നിയമത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ്. ഓക്കെ. അപ്പൊ ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്ക് നമ്മൾ പഠിച്ചിരുന്നല്ലേ, അല്ലേ? ജോൺ ലോക്കിന്റെ കാര്യം ഓർമ്മയുണ്ടോ? ഏത് റെവല്യൂഷൻ ആയിരുന്നു? അമേരിക്കൻ റെവല്യൂഷൻ നമ്മൾ പഠിച്ചപ്പോ പറഞ്ഞതാ ജോൺ ലോക്കിന്റെ കാര്യം. അപ്പൊ മനുഷ്യന്റെ ആവശ്യങ്ങളെ ഒരു ഗവൺമെന്റിനും ഹനിക്കാനാവില്ല. അതെ. അപ്പോ ഈ ജോൺ ലോക്കിന്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ നിർണായകമായിട്ട് സ്വാധീനിച്ചു കേട്ടോ. കാരണം എന്തുവാ, ആദ്യത്തെ ഒരു ജനങ്ങളുടെ ഒരു വിപ്ലവമായിരുന്നല്ലോ അതല്ലേ?
അമേരിക്കൻ വിപ്ലവം. അതേ അമേരിക്കൻ വിപ്ലവം തുടർന്നാണ് അതിന്റെ പ്രചോദനം ഉൾക്കൊണ്ട ബാക്കിയെല്ലാ വിപ്ലവങ്ങൾക്കും ഒരു വിപ്ലവങ്ങളും ഊർജ്ജം നടന്നത്. കിട്ടി. അതെ അതെ. ഓക്കെ. അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു വിഖ്യാതമായ കൃതിയാണ് ടു ട്രീറ്റിസസ് ഓഫ് ഗവൺമെന്റ്. ടു ട്രീറ്റിസസ് ഓഫ് ഗവൺമെന്റ്. ഓക്കെ. ഗവൺമെന്റ്. അപ്പൊ അതുകൊണ്ട് കേട്ടോ, അപ്പൊ അതെ. നമ്മൾ 2 കൃതി പഠിച്ചു. ദ സ്പിരിറ്റ് ഓഫ് ലോസ്, ദ ടു ട്രീറ്റിസസ് ഓഫ് ഗവൺമെന്റ്. അപ്പൊ ഇവരുടെ ഒരു ദൈവദത്താധികാരം ഉണ്ടല്ലോ, ഒരു തിയറി ഉണ്ടല്ലോ, ആ തിയറിയെ അദ്ദേഹം അതെ. നിരാകരിച്ചു. പിന്നെന്താ, സ്വേച്ഛാധിപത്യം, അതിനെ അദ്ദേഹം നിരാകരിച്ചു. ഇപ്പോ ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. ഓക്കെ ഓക്കെ. നമ്മുടെ ഓക്കെ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള കൂട്ടുകാര് അറിയാനാണ്, നമ്മുടെ ടെലഗ്രാമിന് ഗ്രൂപ്പ് ഉണ്ട്, ഒരു ടെലഗ്രാമിന്റെ ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സുകളെ എല്ലാ അറിയിപ്പും അതിനകത്താണ് പറയുന്നത്. അപ്പൊ അതൊന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിവരങ്ങൾ കിട്ടും കേട്ടോ, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള. ഓക്കെ. അപ്പോ എവിടായിരുന്നു അനൂപ് നമ്മളിപ്പോ നിർത്തിയത്? ബാക്കിയുള്ളവരും കൂടെ പറയണം കേട്ടോ. എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമ്മുടെ ക്ലാസ്സിൽ. ഇതൊരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പാണ്. ഹലോ. അതെ അതെ അതെ. ഓക്കെ. അപ്പോ കേൾക്കുന്നില്ല. കേൾക്കാം. ഓക്കെ. അപ്പൊ 2 ബുക്കുകളെ കുറിച്ച് നമ്മളിപ്പോ പഠിച്ചു, മോണ്ടസ്ക്യൂവിന്റെ. ഏതൊക്കെയായിരുന്നു? പറഞ്ഞോ. സ്പിരിറ്റ് ഓഫ് ലോ, സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമത്തിന്റെ ആത്മാവും ടു ട്രീറ്റീസസ് ഓഫ് ഗവൺമെന്റ്. അപ്പോ ഇതെല്ലാം അദ്ദേഹം എന്താണ്, അവിടുത്തെ ഗവൺമെന്റിനെ വിമർശിക്കുകയാണ്. ഈ ഫിസിയോക്രാറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു. അവരില് ഫേമസ് ആയിരുന്നു ആര്? ടർഗോട്ട് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്. പിന്നെ ആരാണ്? നെക്കർ. അപ്പൊ നെക്കറും ടർഗോയും ഇവരൊക്കെ സാമ്പത്തിക വിദഗ്ധന്മാരാ. ഇവരും നമ്മുടെ ഈ സാധാരണക്കാരായ ജനതയെ സ്വാധീനിച്ചിരുന്നു. അപ്പോ ലൂയി 16 അതറിയാം, അങ്ങേരെ കൊണ്ടൊരു കാര്യമില്ല അല്ലെ. ലൂയി 16 ഉപദേഷ്ടാവായിരുന്ന ടർഗോ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഒരുപാട് പദ്ധതികൾ ഇദ്ദേഹം ആവിഷ്കരിച്ചു. അപ്പോ മധ്യവർഗത്തിന്റെ താല്പര്യമായിരുന്നു ഇവരുടെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഫലിച്ചത് കേട്ടോ. മധ്യവർഗം അറിയാലോ, നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാസ് വന്നതാ. അപ്പോ കൃഷിക്ക് പ്രോത്സാഹനം നൽകുക, ഭക്ഷ്യവസ്തുക്കളിലെ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക, അതൊക്കെ ആയിരുന്നു അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന പോളിസികൾ കേട്ടോ. അപ്പൊ ഈ പരിഷ്കരണങ്ങൾ അവിടെ കൃഷിയൊക്കെ കുറവല്ലായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ പദ്ധതികളൊക്കെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോ അങ്ങേര് ഇപ്പം നല്ലൊരു എന്താണ്, ഒരു മന്ത്രിയായിട്ട് അല്ലെ. ഈ നമ്മൾ പഠിച്ചിരുന്നല്ലോ, ഈ ലൂയി 16 മന്ത്രിമാർക്കായിരുന്നു ഭരണം കൊടുത്തിരുന്നത്. അപ്പൊ ടർഗോ നല്ലൊരു എക്കണോമിസ്റ്റ് ആണ്. അപ്പൊ കൃഷിക്ക് പ്രോത്സാഹനം കൊടുക്കുക, ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നായിരുന്നു പ്രധാനപ്പെട്ട അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ. അപ്പൊ ഇത് ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ അന്റോനിയറ്റിന്റെ കാര്യം അറിയാമല്ലോ, എന്തുവായിരുന്നു, നമ്മൾ പഠിച്ചതല്ലേ. അന്റോനിയറ്റിന്റെ ഫേമസ് ഒരു സെന്റൻസ് ഉണ്ടല്ലോ. അതെ. ആരെങ്കിലും പറയാവോ അത്? വേറെ ആരെങ്കിലും പറയാവോ? അതെ, അനൂപ് എല്ലാം പറയുന്നുണ്ട്. മറ്റാരെങ്കിലും പറയാവോ? നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, അങ്ങനത്തെ അല്ലേ? അതെ അത് തന്നെ. റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചൂടെ എന്ന് ചോദിച്ചല്ലേ. അതെ. അതായത് നെക്കർ. അപ്പൊ നെക്കറിനെ സ്ഥാനഭ്രഷ്ടനാക്കി പാരീസ് വിട്ടു പോവാൻ പറഞ്ഞു എന്ന് ഒരു കിംവദന്തി അങ്ങ് പടരുക. ഇത് നെക്കർ നല്ല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിരുന്നു ശ്രമിച്ചത് അല്ലെ. അപ്പോഴത്തേനും ആൾക്കാരെന്ത് ചെയ്തു? ആൾക്കാർ ഭയങ്കര പ്രകോപിതരായിട്ട് ഇവിടുത്തെ പാരീസിലെ ധാന്യശാലകള്, പിന്നെന്താ റൊട്ടിക്കടകള്, ഇതെല്ലാം കയ്യേറി. സായുധ കലാപം കേട്ടോ. 1789 ജൂലൈ 14 എന്ത് തർക്കമാണ് അവര്. മറ്റേ ബാസ്റ്റൽ കോട്ട അവരുടെ ജയിലല്ലേ. ഈ ലൂയി 16 ആരെങ്കിലും എന്തേലും പറഞ്ഞ അപ്പൊ തന്നെ അവരെ കൊണ്ട് ഇടുവായിരുന്നു ചെയ്യുന്നത്, ഈ ബാസ്റ്റൽ ജയിലിൽ ഇടുവായിരുന്നു ചെയ്യുന്നത്. അപ്പൊ ഈ ബാസ്റ്റൽ കോട്ട
തകർക്കുക. തകർക്കുക. 14-ാം തീയതി, ജൂലൈ 14. അതെ, ഞാൻ മെസ്സേജ് ബാസിൽകോട്ട തകർക്കുകയാണ്. അപ്പൊ ഫ്രാൻസിന്റെ ഗ്രാമപ്രദേശങ്ങളിലും അക്രമങ്ങൾ കൂടി. അപ്പൊ നികുതി പിരിവുകാര് കേട്ടോ, ടാക്സ് പിരിക്കുന്നവരെയും ഈ ജനങ്ങൾ പിടിച്ച് ശരിക്ക് പൂശി വിട്ടു. അപ്പോ ജനരോഷം ഭയന്ന് ഈ ലൂയി 16 എന്തോ ചെയ്തു, നമ്മുടെ ദേശീയ സഭ പാസ്സാക്കിയല്ലോ, ഫ്രഞ്ച് അസംബ്ലി പാസ്സാക്കിയ നിയമങ്ങളുണ്ടല്ലോ, അതിന് അംഗീകാരം കൊടുത്തു. അപ്പൊ എന്തൊക്കെയാണ് ആ അംഗീകാരം കൊടുത്തത്? അടിമത്തം നിർത്തലാക്കി, പ്രഭുക്കന്മാരുടെ അധികാരങ്ങള്, പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു. കത്തോലിക്ക സഭയ്ക്ക് ജനങ്ങൾ കൊടുക്കേണ്ട ടാക്സ് നിർത്തലാക്കി. പിന്നെന്താണ്, അധികമായി ചുമത്തിയിരുന്ന നികുതികൾ ഏതൊക്കെ അപ്പം വരും? മറ്റേ നമ്മള് ഇടയ്ക്ക് ഒരു നികുതിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്ത് സാധനം വിറ്റാലും നികുതി കൊടുക്കണമെന്ന്. ജി കൊണ്ട് തുടങ്ങുന്നേ, ഗാബൽ, ഗാബൽ മാർക്കല്ലേ, ഗാബൽ. അപ്പൊ അതുമൊക്കെ നിർത്തി. അപ്പോ ഭക്ഷ്യക്ഷാമവും ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 നയങ്ങളും എല്ലാം ഒന്നും അപ്പം അയാളെ സമ്മതിച്ചിട്ടില്ല അല്ലേ? അതുകൊണ്ട് ഈ ഭക്ഷ്യക്ഷാമം അപ്പോഴും പരിഹരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകള് ചൂലും അവരുടെ ഈ ബ്രൂം സ്റ്റിക്കും വാള്, കുന്തം ഇതൊക്കെ കയ്യിലേന്തി ഈ ബൂർബോൺ രാജാക്കന്മാരുടെ കൊട്ടാരമായ വേഴ്സായി കൊട്ടാരത്തിലോട്ട് മാർച്ച് ചെയ്തു. അപ്പൊ അവരോടൊപ്പം സാധാരണക്കാരൊക്കെ ഇഷ്ടം പോലെ സാധാരണക്കാരും ഉണ്ട്, വലിയൊരു ജനക്കൂട്ടമുണ്ട്. അപ്പൊ രാജാവിനെയും കുടുംബത്തെയും ഇവരെ എങ്ങോട്ട് കൊണ്ടുവന്നു? പാരീസിലോട്ട് നിർബന്ധിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതില്ലായിരുന്നു അല്ലേ പഴയ ടെസ്റ്റിലൊന്നും. അപ്പോ ഗത്യന്തരമില്ലാതെ ഈ 16 എന്ത് ചെയ്യേണ്ടി വന്നു? ഈ ഗത്യന്തരമില്ലാതെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തെ. നമ്മുടെ ഇപ്പോ കുറച്ചായി കഴിഞ്ഞ കുറച്ച് PSC എക്സാമില് മറ്റ് ഗത്യന്തരമില്ലാതെ, വേറെ ഗത്യന്തരമില്ലാതെ എന്നൊക്കെ പറഞ്ഞ് കുറെ സെന്റൻസ് വന്നായിരുന്നു. ഓർമ്മയുണ്ടോ? അല്ലേ, മലയാളത്തില് മറ്റ്. അതെ, അപ്പൊ മറ്റൂന്ന് വേണ്ടല്ലോ, ഗത്യന്തരം എന്ന് പറയുമ്പോ തന്നെ അതല്ലേ ഒരർത്ഥം. അതാ, വേറെ അതൊന്നും വേണ്ട. ഞാൻ ഓർത്തപ്പോ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഗത്യന്തരമില്ലാതെ ഈ അസംബ്ലിയുടെ, ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയുടെ തീരുമാനം അംഗീകരിക്കാമെന്ന് ആര് പറഞ്ഞു? ഈ ലൂയി 16 പറഞ്ഞു. അപ്പോ ഫ്രാൻസിലെ പ്രശസ്ത നാടകൃത്തും ഒരു പൊതുപ്രവർത്തനവുമായിരുന്ന ഒളിംപ് ദേ ഗൂഷ് കേട്ടോ, ഒളിംപ് ദേ ഗൂഷ്. അപ്പൊ അദ്ദേഹം ഈ വിപ്ലവകാലത്തില് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചു സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം എന്ന ഒരു ഗ്രന്ഥവും ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൻ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺ കേട്ടോ, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺ എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തില് പുരുഷന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കണമെന്ന് അവകാശപ്പെട്ടു. ഓക്കെ, ഏതാണ്? അപ്പൊ അവിടുത്തെ സ്ത്രീകളുടെ ജീവിതം ഒത്തിരി ദുസ്സഹമായിരുന്നു. അതെ. അപ്പൊ ഈ കോമൺസിൽ തന്നെ ഈ സ്ത്രീകളുടെ ജീവിതം അവരിലും താന്നതാ, ഈ ആണുങ്ങളെക്കാളും താന്നാ കിടക്കുന്നത്. അവർക്ക് ഒരവകാശവും ഇല്ല. അതാ. അതെ. അപ്പൊ അതിനുവേണ്ടി ആരായിരുന്നു നിലകൊണ്ട നമ്മുടെ ആ നാടകൃത്തിന്റെ പേരെന്താണ്? ഒളിംപ് ദേ ഗൂഷ് കേട്ടോ, ഒളിംപ് ദേ ഗൂഷ്. ശരി, ഒളിംപ് ദേ ഗൂഷ്. അത് ഒരു തമാശ പോലെ ഉണ്ട്, ഒളിംപ് ദേ ഗൂഷ്. ഓക്കെ, അപ്പോ അദ്ദേഹമാണ് സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ചത് കേട്ടോ. അപ്പോ ഇദ്ദേഹം മാത്രമല്ല, മറ്റൊരു സ്ത്രീ ആയിട്ട് തന്നെയുള്ള ഒരാള്, മാഡം ഴാങ് റോളണ്ട് കേട്ടോ, മാഡം ഴാങ് റോളണ്ട്. അവരും സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീ സമരത്തിന്, സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി പോരാടിയ ഒരു വനിതയാണ് കേട്ടോ. സ്വത്തിന്മേലുള്ള അവകാശം, വിവാഹമോചനം നേടുന്നതിനുള്ള അവകാശം എന്നിവയൊക്കെയായിരുന്നു അവയിൽ ചിലത്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്ത്യയില് നമ്മുടെ ഈ കുറെ അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, സതി. ഇതൊക്കെ നിർത്താൻ ആരായിരുന്നു മുൻകൈ എടുത്തത്? ആരെങ്കിലും പറയാവോ? മനോജ് പറയാവോ? അതെ, രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയായിരുന്നു അല്ലെ, ഈ റെനോവേഷന് വേണ്ടിയിട്ട്, ഈ സമൂഹ പരിസ്ഥിതി മൊത്തം ഒന്ന് മാറാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ പല ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ വസ്ത്രം
ഫ്രാൻസിലെ ഉന്നത കുലജാതര് പരമ്പരാഗതമായി ധരിച്ചിരുന്നത് കാൽമുട്ട് വരെ ഇറക്കമുള്ള ബ്രീച്ച് കേട്ടോ. അപ്പൊ ഇത് ചിലപ്പോ ചോദിക്കാം, ബ്രീച്ച് എന്താന്ന് എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും, നമുക്ക് തെറ്റിപ്പോവും. ബ്രീച്ച് എന്ന് പറയുന്നത് ഉന്നത കുലജാതര്, ഫ്രാൻസിലെ ഉന്നത കുലജാതര് ഇട്ടിരുന്ന ഒരു തരം പാന്റ് ആണ് കേട്ടോ, പാന്റ്. അപ്പോ അവരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ തൊഴിലാളികളും കർഷകരും എന്ത് ചെയ്തു? കാൽപാദം വരെ എത്തുന്ന പാന്റലോൺ കേട്ടോ, ബ്രീച്ചും പാന്റലോണും എല്ലാം ഇവരുടെ തുണികളാണ്. പാന്റലോൺ എന്നറിയപ്പെടുന്ന നീളൻ ട്രൗസർ കേട്ടോ, ട്രൗസർ ധരിക്കാൻ തുടങ്ങി. അപ്പോ ഇവര് ഇങ്ങനെ ധരിച്ചു നടക്കുന്നവരെ എന്ത് വിളിച്ചു? അവര് സാൻസ്കിലോട്ട് കേട്ടോ, സാൻസ്കിലോട്ട് എന്നറിയപ്പെടുത്തു. അപ്പോ സാൻസ്കിലോട്ട്. അപ്പൊ വിപ്ലവാനുകൂലികളുടെ പ്രതീകമായിട്ട് പാന്റലോൺ മാറി കേട്ടോ, പാന്റലോൺ. അപ്പൊ കൂടുതൽ ആളുകള് പാന്റലോൺ മേടിച്ച് ധരിക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വിപ്ലവം ജനകീയമായി മാറുകയാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെ ആയിരുന്നു അല്ലേ? മേൽമുണ്ട് ധരിക്കാൻ പാടില്ല, സ്ത്രീകൾക്ക് അല്ലെ കരമടയ്ക്കണം എന്നൊക്കെ ഉള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെയാണ്. അപ്പൊ ഫ്രീജിയൻ തൊപ്പി എന്ന് പറയുന്ന ഒരു തൊപ്പി, ഈ നമ്മുടെ ഈ നോം എന്നൊക്കെ പറയുന്ന കാർട്ടൂൺ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ ചെറിയ ഡ്വാർഫുകൾ ഇങ്ങനെ വെച്ചോണ്ട് കിടക്കുന്ന തൊപ്പി, അതേ കണക്കുള്ള തൊപ്പിയാട്ടോ ഫ്രീജിയൻ തൊപ്പി. നമ്മുടെ സാന്റാക്ലോസിന്റെ ഒക്കെ തൊപ്പി അല്ലേ, അതേ കണക്കെ. അതല്ലായിരുന്നു മറ്റേ പാരീസ് ഒളിമ്പിക്സിലെ ചിഹ്നം? അതെ, ഫ്രീജിയൻ തൊപ്പി കണ്ടോ, ഇതാണ്. ഇതുപോലത്തെ അറിവുകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം, തിരിച്ചും ഇങ്ങനെ പറയണം. ഓക്കെ, അഭിരാമിയാണോ ഇപ്പൊ പറഞ്ഞേ? ഓക്കെ, താങ്ക് യു അഭിരാമി, ഒരു പുതിയ അറിവ് ഷെയർ ചെയ്ത്. ശരി. അപ്പോ നമ്മുടെ ഈ ഫ്രീജിയൻ തൊപ്പിയാണ്, അതും എന്തിന്റെ പ്രതീകം തന്നെയായിരുന്നു? വിപ്ലവത്തിന്റെ പ്രതീകമായിരുന്നു. അപ്പൊ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി തന്നെ ഈ നമ്മുടെ തൊഴിലാളി വർഗം ഇത് ധരിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ 3 കാര്യം ഈ വസ്ത്രത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞപ്പോ 4 കാര്യങ്ങൾ പറഞ്ഞല്ലേ. ആദ്യത്തെ വസ്ത്രം ഏതായിരുന്നു? ബ്രീച്ച് എന്തുവായിരുന്നു? ഉന്നതര് ധരിച്ചിരുന്ന പാന്റ്. അപ്പൊ അതിനെ കളിയാക്കി അവര് പ്രതിഷേധമായിട്ട് കർഷകരൊക്കെ ധരിച്ചതാണ് എന്ത്? പാന്റലോണ്. അവരെ വിളിച്ച വാക്ക് എന്തുവാ? സാൻസ്കുലോട്ട്. പിന്നെ അവസാനം എന്താണ് നമ്മൾ പറഞ്ഞ? തൊപ്പിയും കൂടെ അല്ലേ, തൊപ്പിയുടെ കാര്യവും പറഞ്ഞു. അതിനാണ് ഫ്രീജിയൻ തൊപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഓക്കെ ആയല്ലോ, ഇത്രയും നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ദേശീയ സഭ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, 17-ന് അവര് പ്രഖ്യാപിച്ച ദേശീയ സഭ, ഫ്രഞ്ച് അസംബ്ലി ഫ്രാൻസിനായിട്ട് തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖം. നമുക്കും ഉണ്ട് ആമുഖം അല്ലേ? ഓക്കെ, അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗമാണ് എന്ത്? സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും കേട്ടോ. അപ്പോ ഈ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന റിസൾട്ടാണ്, ഫലമാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോട് സ്വതന്ത്രനായി ജീവിക്കുന്നു അല്ലെ. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നാണ്. ഇത് ചിലപ്പം ഈ പോയിന്റുകൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വന്നെന്ന് വരാം കേട്ടോ. പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിനൊക്കെയാ ഇത്രയും വരുന്നത്, ഈ ഒരു ടൈപ്പ് ഒക്കെ വരുന്നത്. +2 10-നൊന്നും ഇതൊന്നും വായിക്കാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. വേറൊരു ചിന്ത പറഞ്ഞായിരുന്നല്ലോ, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിൽ, അതൊന്ന് മോഡിഫൈ ചെയ്തതാ. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. ഓക്കെ, എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള
അവകാശമാണ് കേട്ടോ. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശവുമാണ്. അതിനുശേഷമുള്ളത് എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനം നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത്. അടുത്ത പോയിന്റ്, സമൂഹത്തിന് ഹാനികരമാവുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. അപ്പോ ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിന്റെ സാമൂഹിക സാമ്പത്തിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് പരിഷ്കരണങ്ങൾ നടപ്പാക്കി. ആ പരിഷ്കരണങ്ങളാണ് എന്ത്? ഏകീകൃത ഭരണഘടന കേട്ടോ. ആ ഏകീകൃത ഭരണഘടന. അതിനുശേഷം അവരൊരു കറൻസി പുറത്തിറക്കി. ഇതൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. 10 മുതൽ മുകളിലോട്ടുള്ള അസൈനാറ്റ് കേട്ടോ. അസൈനാറ്റ് LGSനും ഒക്കെ വരാം. അസൈനാറ്റ് ഒറ്റ വാക്കിൽ വരുമല്ലോ അതിനകത്തൊക്കെ ചോദ്യങ്ങള്. +2നും അത്യാവശ്യം ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് അല്ലെ, +2 ലെവലിന്. അതെ. അപ്പൊ അസൈനാറ്റ് കേട്ടോ. അസൈനാറ്റ് എന്ന പേരിൽ കടലാസ് കറൻസി പുറത്തിറക്കി. ആരാണ്? ഏത് അസംബ്ലിയാണ്? ഫ്രഞ്ച്. ഓക്കെ, അസൈനാറ്റ്. അപ്പൊ മേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്ന സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടി പൂർണ്ണമായി മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. അപ്പൊ പുരോഹിതര് അവരുടെ എല്ലാ റൈറ്റും എടുത്തു കളഞ്ഞു. അവർക്ക് ടാക്സ് പിരിക്കാൻ പറ്റുന്നതും ആ റൈറ്റ് എല്ലാം കളഞ്ഞു. അവരും ഗവൺമെന്റിന് ശമ്പളം പറ്റുന്നവരായിട്ട് മാറുകയാണ്. അസൈനാറ്റ് ഇറക്കി മതമേധാവികളുടെ നിയന്ത്രണത്തിലുള്ള സ്വത്തുക്കളെല്ലാം എടുത്തു, മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു, പുരോഹിതന്മാര് ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്നവരായി. അപ്പോ ഈ അസൈനാറ്റ് ഇറക്കിയ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഫ്രഞ്ച് സമ്പത്ത് വ്യവസ്ഥയെ ഒന്ന് സ്റ്റേബിൾ ആക്കാനും ദേശീയ കടം വീട്ടാനുള്ള ബോണ്ടും പണവുമായി ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഗവൺമെന്റ് ഇതിന്റെ ചെലവുകൾ വഹിക്കുന്നതിനായി അമിതമായ അളവിൽ അസൈനാറ്റ് അടിച്ചിറക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പൈസ വന്ന് കഴിയുമ്പോഴും എന്തുവാണ് വിഷയം വരുന്നത്? ഒരുപാട് പണം നമ്മുടെ RBI ഒക്കെ അടിച്ചിറക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റേ പണപ്പെരുപ്പം പോലുള്ള. അതെ, പണപ്പെരുപ്പം വരും. പണപ്പെരുപ്പം വരുമ്പോ എന്തോ സംഭവിക്കും? നമ്മുടെ സമൂഹത്തിൽ എന്തുവാണ് സംഭവിക്കുന്നത്? വിലക്കയറ്റം അങ്ങനെ ഉള്ള അതെ, പ്രശ്നങ്ങൾ. പണത്തിന് മൂല്യമില്ലാതാവും അല്ലേ? അതെ. അതെ, അതേപോലെ നമുക്ക് പഠിക്കാനുണ്ട് മോണിറ്ററി പോളിസി. നമ്മുടെ RBI ചെയ്യുന്ന മോണിറ്ററി പോളിസി അറിയാമല്ലോ. റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ ചെയ്യുന്നത്. അതെ. അപ്പോ ഈ റിപ്പോ റേറ്റ് എന്താണ് ചെയ്യുന്നത്? RBI ആർക്ക് പണം കൊടുക്കുന്ന ഒരു ഇതാണ് റിപ്പോ റേറ്റ് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കുമ്പോൾ ഉള്ള പലിശ നിരക്കാണ് റിപ്പോ റേറ്റ്. അപ്പോ ഈ റിപ്പോ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാണിജ്യ ബാങ്കുകൾ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന വായ്പയുടെ പലിശ കൂട്ടും. അപ്പോ റിവേഴ്സ് പറഞ്ഞോളൂ. അല്ല, പറഞ്ഞു സാർ പറഞ്ഞു. അപ്പൊ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്? നേരെ തിരിച്ചല്ലേ. RBI തിരിച്ചു മേടിക്കുമ്പോ പലിശ കുറവാണ്. ബാങ്കുകളിൽ, സാധാരണ ബാങ്കുകളിൽ നിന്ന്, കൊമേഴ്ഷ്യൽ വാണിജ്യ ബാങ്കിൽ നിന്ന് മേടിക്കുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട പലിശ കുറവാണ് അല്ലേ? അതെ. അപ്പോ അങ്ങനെയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ RBI കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് ചെറിയ പലിശക്ക് ബാങ്കുകൾക്ക് കിട്ടുമ്പോ ബാങ്കുകാര് ഒത്തിരി പൈസ ആൾക്കാർക്ക് കൊടുക്കും. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ സമൂഹത്തിൽ മൊത്തം ഒരുപാട് ക്യാഷിന്റെ ഫ്ലോ ഉണ്ടാവും. അങ്ങനെ സംഭവിക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് എന്താ മൂല്യം ഇല്ലാതാവും. ഒരുപാട് പൈസ നിറയുമ്പോ അല്ലെ? അതാണ് പ്രിൻസിപ്പൽ അതിന്റെ ഫിസ്ക്കൽ പോളിസിയുടെ പ്രിൻസിപ്പൽ. അതും കൂടെ നമ്മൾ നോക്കിയെന്നേ ഉള്ളൂ. അപ്പോ 1792 അപ്പൊ 89-ലാണ് ഇവര് അസൈനാറ്റ് ഇറക്കിയത്. ഇവരുടെ കറൻസി ഇറക്കി, ഒരുപാട് ഇവര് അച്ചടിച്ച് ഇറക്കി. അപ്പൊ എന്തോ പറ്റി? പിന്നെ ഇവരുടെ സമൂഹത്തിൽ എന്തോ സംഭവിച്ചു? മൂല്യത്തകർച്ചയായി പൈസക്ക്. അപ്പൊ 1796 ആയപ്പോ അസൈനാറ്റിന്റെ മൂല്യം നഷ്ടപ്പെട്ടു അല്ലെ? അപ്പോ 1792 കാര്യം പറയുവാണേ.
അപ്പൊ ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന ഒരു ഭരണസമിതി പുതിയതായിട്ട് വരിക 1792. അപ്പോഴെല്ലാം അസൈനറ്റ് ഉണ്ട്. അപ്പൊ നാഷണൽ അതെ. കൺവെൻഷൻ എന്ന് പറയുന്ന ഈ സംഘടന, ഈ ഒരു സമിതി, ഭരണസമിതി ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും നമ്മുടെ രാജാവിനെ അറിയാമല്ലോ, 16-മന് പുള്ളിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. എങ്ങനെയാ വധശിക്ഷ ചെയ്തത്? ഏത് ഉപകരണമായിരുന്നു? ഗില്ലറ്റിനല്ലേ? ഗില്ലറ്റിന്. അപ്പോ നമ്മുടെ ഫ്രാൻസ് അപ്പൊ റിപ്പബ്ലിക് ആയിട്ട് മാറി. അപ്പൊ അതിന്റെ ഭരണ നേതൃത്വം യാക്കോബിൻസ് പിടിച്ചെടുത്തു കേട്ടോ. യാക്കോബിൻസ്. അപ്പോ യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും കേട്ടോ. ആരൊക്കെയാണ്? ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോ അത് നേരിടാൻ വേണ്ടി ഒരു പൊതുരക്ഷാ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തില് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു ഭരണമാണ് പാരിസിൽ അരങ്ങേറിയത്. അപ്പോ ഭരണം ആരുടെയൊക്കെ കയ്യിലായിരുന്നു? നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, ഈ ഗില്ലറ്റിൻ കൊണ്ടുവന്നിട്ട് അവസാനം അതും കൊണ്ട് തന്നെ തീർന്നയാള് മെയിനായിട്ട് ആരായിരുന്നു? റോബസ്പിയർ. മറന്നുപോയോ? റോബസ്പിയർ. ഡാന്റൺ, ഹെബർട്ട് എന്ന് പറയുന്ന വ്യക്തികളുടെ കയ്യിലാണ് അന്നത്തെ ഭരണം. എപ്പോ? 92-ല്. ഡാന്റൺ, ഹെബർട്ട്, മരാട്ട്, പിന്നെ ആരാണ്? റോബസ്പിയർ കേട്ടോ. അപ്പോ പ്രഭുക്കൾ, പുരോഹിതന്മാര്, രാജാവിനെ അനുകൂലിക്കുന്നവര് എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ എന്നും രാജ്യദ്രോഹികളെന്നും പറഞ്ഞ് കാരാഗ്രഹത്തിൽ അടച്ചു. ജയിലിൽ നിറഞ്ഞപ്പോൾ അവിടുത്തെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയാണ് 1500ഓളം പേരെ അവിടുത്തെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി. അതിനെയാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് നമ്മൾ പഠിക്കുന്നത്, അഥവാ സെപ്റ്റംബർ മസാക്കർ കേട്ടോ. അവിടെ ജയിലിൽ ഒരുപാട് ആൾക്കാർ കൂടിയപ്പോ നടക്കുന്ന കാര്യങ്ങളാ. അപ്പോ ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി നിർമ്മിച്ച യന്ത്രമാണ് എന്ത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗില്ലറ്റിൻ. ഈ ഗില്ലറ്റിന്റെ പേര് ഇപ്പോഴും ഫേമസ് ആണ്. മൊത്തം ഇല്ല, ഗില്ലറ്റിൻ മൊത്തമായിട്ടും ഇല്ല. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതാണ്? ഒരു പ്രോഡക്റ്റിലുണ്ട്, ജെൻസിനൊക്കെ ഇറക്കുന്ന പ്രോഡക്റ്റ്. മറ്റേ ഷേവിംഗ്. നമ്മുടെ ഷേവിംഗ് സെറ്റ് അല്ലെ, ഗില്ലറ്റ്. ഏകദേശം അതേ ടൈപ്പ്. അതെ, അതാണ്. അതിനെയാണ് അവര് മീൻ ചെയ്യുന്നത്. അത്ര ഷാർപ്പായിട്ടുള്ളതെന്നാ അവര് ഉദ്ദേശിക്കുന്നത്. ഏത്? ഈ തല വെട്ടിക്കളയാൻ മാത്രം ഷാർപ്പാണെന്നുള്ള അവര് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോ എവിടെയായിരുന്നു നമ്മളിപ്പോ എന്തായിരുന്നു പറഞ്ഞത്? ഗില്ലറ്റിന്റെ കാര്യം അല്ലേ? ഗില്ലറ്റിന്റെ അവസാനം ഈ ആൾക്കാരെ കൊല്ലാൻ ഇത് നിർമ്മിച്ചവന്മാരും എങ്ങനെ തന്നെ മരിച്ചു? അതേ ഉപകരണം വെച്ച് തന്നെ മരിച്ചു. അങ്ങനെ ഫ്രാൻസിന് നിലവിലുണ്ടായിരുന്ന ഗ്രിഗോറിയൻ കലണ്ടർ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലെ? റഷ്യയുടെ കാര്യം പറഞ്ഞപ്പം അവർക്ക് ജൂലിയൻ കലണ്ടർ ആയിരുന്നു. അതുകൊണ്ടാണ് അത് 1 മാസം പുറകോട്ട. ഓക്കെ. അപ്പൊ ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന് പകരമായി 1793 ഒക്ടോബറിൽ വന്ന കലണ്ടറാണ് എന്ത്? വിപ്ലവ കലണ്ടർ. അപ്പൊ ഇതൊക്കെ വരാൻ കേട്ടോ, ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ളതാ. വിപ്ലവ കലണ്ടർ 1793 ഒക്ടോബർ. അപ്പൊ ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയ 1792 സെപ്റ്റംബർ 22-നാണ് ഈ കലണ്ടർ തുടങ്ങുന്നത്. ഓക്കെ. അപ്പൊ ഈ കലണ്ടറിലെ പ്രത്യേകത എന്തുവാ? 7 ദിവസങ്ങളുള്ള ആഴ്ചയ്ക്ക് പകരം 10 ദിവസം വീതമുള്ള 3 ദശകം. 10 ദിവസം വീതമുള്ള 3 ദശകം, അതാ ഡീക്കേഡ്. നമ്മള് ഒരു ദശകം എന്ന് പറയുന്നത് എന്താണ്? നമ്മള് 10 ദിവസം 10 വർഷം. 10 വർഷമാണ് ഒരു ദശാബ്ദം എന്ന് പറയാം അല്ലെ? ഒരു ദശാബ്ദം, ഒരു ഡീക്കേഡ്. അപ്പോ ഇവരുടെ കലണ്ടറില് 10 ദിവസത്തിനെ, അതായത് 3 എണ്ണമുണ്ട്. 10 ദിവസം വീതമുള്ള 3 ദശകം, അതിനെ ഡീക്കേഡ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോ ഈ കലണ്ടർ പൂർണ്ണമായും ഒരു മതേതര കലണ്ടർ ആയിരുന്നു. വിപ്ലവത്തിന്റെ 12-ാം വർഷം വരെ കേട്ടോ, വിപ്ലവത്തിന്റെ 12-ാം വർഷം വരെയാ ഈ ഒരു കലണ്ടർ തന്നെയാണ് ഫ്രാൻസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ.
ഓക്കെ. അപ്പൊ ഈ ഗില്ലറ്റിനെ ഉണ്ടാക്കിയ ഡോക്ടറിന്റെ പേര് ജോസഫ് ഇഗ്നാസ് എന്നായിരുന്നു കേട്ടോ. ജോസഫ് ഇഗ്നാസ്. ജോസഫ് ഇഗ്നാസ്. ജോസഫ് ഇഗ്നാസ് ഒക്കെ ഒരു മാർക്കിനൊക്കെ ചിലപ്പോ വന്നെന്നിരിക്കുക. ഉം. പിന്നെ ആരെയൊക്കെയാണ് ഗില്ലറ്റിൻ വെച്ച് കൊന്നത്? ലൂയി 16 കൊന്നിട്ടുണ്ട്. അതെ, ലൂയി 16 കൊന്നു. പിന്നെ എന്താണ്? അന്റോയിനറ്റിനെ കൊന്നു. അന്റോണിയറ്റിനെ കൊന്നു. പിന്നെ നമ്മുടെ സയന്റിസ്റ്റ് ഇല്ലേ, ആ ഓർമ്മയുണ്ടോ? മറ്റേ ലാവോസിയർ ആണ്. ലാവോസിയെ, പുള്ളിയൊക്കെ കൊന്നു കളഞ്ഞു. റോബസ്പിയറിനെ തന്നെ കൊന്നു. റോബസ്പിയറിനെ അവസാനം കൊന്നു കളഞ്ഞു. അതെ. ഓക്കെ. അപ്പോ പുതിയ ഭരണഘടന വരുവാണ് ഇനി. ഭീകരവാഴ്ച അവസാനിച്ചു. റോബസ്പിയറിന്റെ ഭരണത്തോടു കൂടി ആ ഭീകരവാഴ്ച അങ്ങ് അവസാനിക്കുകയാണ്. അപ്പൊ 1795 ഒത്തിരി കൂടുതലായി പോയി അല്ലയോ ഇത് നമ്മളിപ്പോ പഠിച്ചു പോകുന്നത്? അത് ഒത്തിരി ഡീപ്പായിട്ട് ഒത്തിരി ഡീപ്പായിട്ടാ. പക്ഷെ ഇതിന്റെയൊക്കെ പോയിന്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം നമുക്ക് പഠിക്കാൻ പരീക്ഷകൾക്ക് വന്നത് അല്ലേ? അല്ല, നമ്മുടെ കഴിഞ്ഞ SCRT-യിലെ. അതെ ഉള്ളതും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെപ്പോളിയൻ ആവുന്ന വരെ നമുക്കിത് ഇന്നത്തേക്കിന് നിർത്താം കേട്ടോ. അത് ശരിക്കും നല്ല ഒത്തിരി കൂടുതലാ, ഡീപ്പായിട്ട് തന്നെ ഇത് പോകുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ. ശരി. അപ്പൊ 1795 പുതിയ ഭരണഘടന വരിക. 5 അംഗങ്ങളാണ് ഈ ഭരണഘടനയിലുള്ളത്. അപ്പൊ ഈ സംവിധാനത്തിനെ ഡയറക്ടറി എന്ന് വിളിച്ചു കേട്ടോ. ഡയറക്ടറി. പക്ഷെ ഈ ഡയറക്ടറിയും എന്തോ സംഭവിച്ചു അവസാനം? അഴിമതി കാരണം മുഴുവൻ തകർന്നു. ജനങ്ങൾക്ക് ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ചെയ്തു. പുതിയ ഗവൺമെന്റിലോട്ടുള്ള വിശ്വാസവും പോയി. അപ്പൊ അതിന്റെ ഫലങ്ങൾ എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തുവായിരുന്നു? പുതിയ ഗവൺമെന്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതെ, ഫ്രാൻസിന്റെ ഫ്യൂഡലിസം അല്ലെ, രാജവാഴ്ചയുടെ തകർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഫലം. പഴയ ഭരണത്തിലെ നിയമങ്ങളെല്ലാം ഇല്ലാതായി. സഭയുടെ ഭൂമിയെല്ലാം ഇടത്തരക്കാരുടെ, ഇത് നമ്മുടെ മിഡിൽ ക്ലാസ്സുകാരുടെ കയ്യിലായി. പ്രഭുക്കന്മാരുടെ എല്ലാ ഭൂമിയും കണ്ടുകെട്ടി. അവരുടെ ആനുകൂല്യങ്ങളെല്ലാം നിർത്തി. പിന്നെന്താണ്? മെട്രിക് സമ്പ്രദായം നടപ്പിലാക്കി കേട്ടോ. അളവ് തൂക്ക സമ്പ്രദായം. നമുക്ക് പരീക്ഷ ലീഗൽ മെട്രോളജി ഉണ്ടല്ലോ, അതിന്റെ പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ടോ നമ്മുടെ കൂട്ടുകാർ ക്ലാസ്സിലൊക്കെ നിൽക്കുന്ന? ലീഗൽ മെട്രോളജി എഴുതിയിട്ടുണ്ടോ? അത് +2 ലെവലേ അല്ലേ? ഞാനും എഴുതിയിട്ടില്ല. ഓക്കെ. അതിന് പറയാൻ ആകെ 4 പേരേ ഉള്ളല്ലോ. നമ്മൾ 4 പേരേ ഉള്ളൂ. ഓക്കെ. അപ്പോ ആധുനിക ദേശീയത എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സംഭാവനയാണ്. അത് നമുക്കറിയാം അല്ലെ? രാജ്യത്തിന്റെ നിലനിൽപ്പ് ഈ രാജാക്കന്മാരിലൂടെ അല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാക്കാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവമാണ്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ളൊരു ലൈൻ ഉണ്ടല്ലോ, ലിബർട്ടി, ഇക്വാലിറ്റി അല്ലേ? അത് തന്നെ, ഫ്രറ്റേണിറ്റി. അതെ. അപ്പോ അത് പ്രകടമാവാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. രാഷ്ട്രം എന്ന സങ്കല്പം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വന്നത് ഈ ഫ്രഞ്ച് വിപ്ലവം കാരണമാണ്. ഇപ്പൊ ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകെയാണെന്ന ആശയം ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ദേശീയതയ്ക്കൊപ്പം തന്നെ വളർന്ന ഒരു ആശയമാണ് എന്ത്? ജനാധിപത്യം. ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോ പറഞ്ഞതാണ് അല്ലെ? ഓർമ്മയുണ്ടോ? റൂസോ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം, റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു ജനത്തിന്റെ ഭരണത്തിന് അടിത്തറ ഇട്ടതും എന്ത് തന്നെയാണ്? നമ്മളീ പഠിച്ച ഫ്രഞ്ച് വിപ്ലവം തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പോ ഇത്രയും നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇത്രയും ഭാഗം ഹലോ, നല്ല എക്സാം ആണ്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം.
ഓക്കെ, അപ്പൊ ഓക്കെ ഓക്കെ നമ്മൾ ഇന്ന് പഠിച്ച ചിന്തകന്മാരുടെ മുതൽ നമുക്ക് നോക്കാവേ. വോൾട്ടയർ എന്തായിരുന്നു, ആരെയായിരുന്നു വിമർശിച്ചിരുന്നത്? പുരോഹിതരെ അല്ലേ? പുരോഹിതർ. അദ്ദേഹം ദൈവനിഷേധി അല്ലായിരുന്നു, പക്ഷെ അദ്ദേഹം പുരോഹിതരെ നിരന്തരം വിമർശിച്ചു. വിമർശിച്ചിരുന്നു. ഓക്കെ, അപ്പൊ റൂസോയാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതി കൂടെ ഒരുപാട് എല്ലാം അദ്ദേഹം എന്താണ് നിഷേധിച്ചു. അപ്പം സോഷ്യൽ കോൺട്രാക്ട് അല്ലെ, സാമൂഹിക ഉടമ്പടി, അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ബുക്ക്. പിന്നെന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഒരു വാചകം എന്തുവായിരുന്നു? മനുഷ്യൻ സ്വതന്ത്രമായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് റൂസോ തന്നെയാണ്. പിന്നെ മോണ്ടസ്ക്യൂവിന്റെ കാര്യം പറഞ്ഞല്ലേ, മോണ്ടസ്ക്യൂവിന്റെ മെയിൻ ബുക്ക് ഏതായിരുന്നു? സ്പിരിറ്റ് ഓഫ് ലോസ് അല്ലെ, നിയമത്തിന്റെ ആത്മാവ്. അതിൽ അദ്ദേഹം ഗവൺമെന്റ് എങ്ങനെ ആവണം എന്ന് പറഞ്ഞല്ലേ, എന്തൊക്കെ വരണം? ഭരണനിർവഹണം, നീതിന്യായം, നിയമനിർമ്മാണം, ഇതെല്ലാം ഗവൺമെന്റ് വരണം എന്ന് പറഞ്ഞു മോണ്ടസ്ക്യൂ. അതെ. പിന്നെ ജോൺ ലോക്ക്, നമ്മുടെ ബ്രിട്ടീഷ് ചിന്തകൻ അല്ലെ, അമേരിക്കൻ റവല്യൂഷന്റെ സമയത്ത് നമ്മൾ പറഞ്ഞ അയാളുടെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ടു ട്രീറ്റിസസ് ഓഫ് ഗവൺമെന്റ് എന്ന ഒരു പുസ്തകം കൂടെ ആര് രചിച്ചിട്ടുണ്ട്? മോണ്ടസ്ക്യൂ രചിച്ചിട്ടുണ്ട്. അപ്പോ ഫിസിയോക്രാറ്റ് എന്നറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിട്ടുണ്ട്. അവര് പ്രമുഖന്മാരാണ് ടർഗോയും നെക്കറും. അപ്പൊ ടർഗോ നല്ലപോലെ ഈ ഫ്രാൻസിനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ഓരോന്നെല്ലാം ഇറക്കാൻ നോക്കിയിട്ടുണ്ട്, ഓരോ പുതിയ പോളിസികൾ. പക്ഷെ ഈ ആന്റോണിയേറ്റുമായിട്ടുള്ള പ്രശ്നം കാരണം അയാളെ പിരിച്ചുവിട്ടു. പിന്നെ എടുത്തതാണ് ആരെ? നെക്കറിനെ. നെക്കറും നല്ലപോലെ ഓരോന്ന് ചെയ്യാൻ നോക്കി ജനങ്ങൾക്ക് വേണ്ടി, പക്ഷെ അതും വർക്കായില്ല, അയാളെയും പിരിച്ചുവിട്ടു അല്ലേ? ഹലോ, കേക്കാം. അതിനുശേഷം രാജാവ് എന്ത് ചെയ്തു? ഈ ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോ ഈ നെക്കറിനെ തന്നെ തിരിച്ചു വിളിച്ചു. നെക്കറിന്റെ അഭിപ്രായം മൂലം ഈ എസ്റ്റേറ്റ് ജനറലിലെ എത്ര വർഷത്തിന് ശേഷമാണ്? 175 വർഷത്തിന് ശേഷം പാർലമെന്റ് വിളിച്ചു കൂട്ടി. അപ്പോ അന്ന് ഇവരുടെ റെപ്രസെന്റേറ്റീവിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കി വെച്ചേക്കൂ. 285 പേരാണ് പുരോഹിതന്മാരില് അവരുടെ റെപ്രസെന്റേറ്റീവ്സ്. പിന്നെ ആരാണ്? പ്രഭുക്കന്മാരിൽ എത്ര? 308 പേര്. നമ്മുടെ സാധാരണക്കാരോ? അതാണ് കൂടുതലും ചോദിക്കാൻ സാധ്യത. 621 പേര്. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം ആ സമയം വരെ എന്തോ ഒരു വോട്ടേ ഉള്ളൂ, ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട്. അപ്പം 3-ൽ 2 വോട്ട് കിട്ടിയാൽ ആ പക്ഷം പറയുന്നതാണ് നിയമം. അപ്പൊ സാധാരണക്കാരെന്ത് പറഞ്ഞു? എല്ലാവർക്കും വേണം വോട്ട്, എല്ലാരും ചെയ്യണം എന്നുള്ള രീതിക്കാണ് അവര് നിലകൊണ്ടത്. അപ്പോ 1789 ജൂൺ 17 നമ്മുടെ ഈ സാധാരണക്കാരെ ഫ്രാൻസിന്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ അവരാണെന്ന് പ്രഖ്യാപിക്കുകയും അവരുടെ ആ സഭയെ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന് വിളിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോ ലൂയി 16 ഇവരുടെ ഈ സഭ സമ്മേളിച്ചിരുന്ന ഹാളൊക്കെ അടച്ചിടുകയും ചെയ്തു, പട്ടാളക്കാവലും ഏർപ്പെടുത്തി ഈ ഹാളിന്. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇവര് നേരെ ടെന്നീസ് കോർട്ടിലോട്ട് പോയി ജൂൺ 20. ആരൊക്കെയാണ് നേതാക്കന്മാര്? ഴാങ് സിൽവിയൻ ബൈലി, അബേഴ്സീനിയസ് മിറാബോ തുടങ്ങിയവരുടെ നേതൃത്വത്തില് അവര് ഈ ടെന്നീസ് കോർട്ടില് അവരെന്ത് പ്രഖ്യാപിച്ചു? ഞങ്ങൾ ഇത് പിരിഞ്ഞു പോകത്തില്ല, ഫ്രാൻസിനൊരു ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞ് അവര് അവിടെ പ്രഖ്യാപനം നടത്തി അല്ലെ, പ്രതിജ്ഞ നടത്തി. അപ്പൊ അതാണ് എന്ത്? നമ്മുടെ ടെന്നീസ് കോർട്ട് അസംബ്ലി. അതിനുശേഷം ഈ ലൂയി 16 വിമർശിച്ചിരുന്ന ആൾക്കാരെ എല്ലാം കൊണ്ടിട്ടിരുന്ന ഒരു ജയിലുണ്ടല്ലേ, ആ ജയില് നമ്മുടെ സാധാരണക്കാര് താർക്കുകയാണ്. എന്തുകൊണ്ടാ? ഒരു കിംവദന്തി ഇങ്ങനെ പടർന്നു. എന്ത്? ഈ നെക്കറിനെ രാജാവ് പാരീസ് വിട്ടുപോകാൻ ആജ്ഞാപിച്ചെന്നും പറഞ്ഞോണ്ട് അതിങ്ങനെ പടർന്നിട്ട് എന്തു പറ്റി? ആൾക്കാര് ജയില്, ഈ ബാസ്റ്റിൽ ജയിൽ അങ്ങ് തകർക്കുക. അങ്ങനെ തകർത്തപ്പോ ഈ രാജാവ് പേടിച്ചുപോയി. അപ്പൊ കുറെയൊക്കെ കാര്യങ്ങള്, ജനങ്ങൾ പറഞ്ഞ കുറെ കാര്യങ്ങള് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ സമ്മതിച്ചാണ് എന്തൊക്കെ അടിമത്തം നിർത്തലാക്കി, പ്രഭുക്കന്മാരുടെ അധികാരം എടുത്തു കളഞ്ഞു, കത്തോലിക്ക സഭയ്ക്ക് കൊടുക്കേണ്ട കാര്യം നിർത്തലാക്കി, അധികമായിട്ടുള്ള ടാക്സ് ഗ്യാബിലൊക്കെ നിർത്തലാക്കി. അപ്പോ എന്നിട്ടും ഭക്ഷ്യക്ഷാമം ഒന്നും പരിഹരിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്തു? സ്ത്രീകൾ പിന്നെ ഒരു മാർച്ച് നടത്തി. ആ മാർച്ച് ആണ് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു മാർച്ച്. അപ്പോ അത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൻ ആൻഡ്
ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺ എന്ന ഗ്രന്ഥത്തില്, ആരുടെ ഗ്രന്ഥമാണ്? ഒളിം ദ ഗൂഷ് കേട്ടോ, ഒളിം ദ ഗൂഷ്. അങ്ങനെ അവർക്കും തുല്യ അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നെ വേറൊരു സ്ത്രീ കൂടെ ഉണ്ട് ഇതുപോലൊരു നേതാവ്, വനിതാ നേതാവ്. എന്താണ് അവരുടെ പേര്? മാഡം റാങ് റോളണ്ട്. അവരുടെ കാര്യവും മറക്കല്ല്. അപ്പൊ അതിനുശേഷം നമ്മൾ നോക്കിയത് വസ്ത്രങ്ങളുടെ കാര്യമാണ്. എന്തൊക്കെയായിരുന്നു? ബ്രീച്ച് എന്ന് പറയുന്ന പാന്റ് ആര് ഇടുന്നതായിരുന്നു? ഈ ഉന്നത കുലര് അല്ലെ, ഉന്നത കുലജാതര് ഇടുന്നേ. അപ്പൊ അതിന്റെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എന്ത്, പാന്റലോൺ എന്ന ട്രൗസർ ആരിട്ടു? ഈ പ്രതിഷേധക്കാര്, നമ്മുടെ പ്രതിഷേധക്കാരിടാൻ തുടങ്ങി. അതായത് നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ഈ പൊതുവഴി ഉപയോഗിക്കല്ലേ എന്നൊക്കെ പറഞ്ഞല്ലേ താഴ്ന്ന ആൾക്കാര്, താഴ്ന്ന വിഭാഗത്തിൽപ്പെടുന്നവര് പൊതുവഴി. അപ്പൊ നമ്മുടെ റിനൈൻസസിൽ പഠിക്കാനുണ്ട് അയ്യങ്കാളി എന്തായിരുന്നു, വില്ലുവണ്ടി അല്ലേ, വില്ലുവണ്ടി ഉപയോഗിച്ച് യാത്ര നടത്തി. അതേപോലെ അത് മാത്രമല്ലല്ലോ നമുക്ക് വൈക്കം സത്യാഗ്രഹം എന്തുവായിരുന്നു? ആ ക്ഷേത്രത്തിന്റെ മുന്നിലെ അല്ലേ, പറഞ്ഞോട്ടെ കേക്കട്ടെ. അതെ. അപ്പൊ താഴ്ന്ന വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെതിരെ നടന്നതാണ് അല്ലെ. ഏത് വർഷമാണെന്നും കൂടെ പറയാവോ? വൈക്കം 1924. ഓക്കെ. അപ്പൊ അത് ഈയിടെ കറണ്ട് അഫയറിൽ ചോദിച്ചായിരുന്നു. അത് സ്ഥിരം വരുന്നതാ. ഒന്നില്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് വരും, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. അങ്ങനെ കുറെ ഉണ്ട് നമ്മൾ നോക്കാൻ. ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെ, 1936. പിന്നെന്തുവായിരുന്നു? ഈ 36 തന്നെ നടന്ന ഒരു പ്രക്ഷോഭം ഉണ്ടല്ലോ, നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ. ഓർമ്മയുണ്ടോ? അത് തൃശ്ശൂര് വെച്ച് നടന്നത്. വന്നതാണ് ഒരു 3-4 എക്സാം മുന്നേ അല്ലേ. അപ്പൊ നമ്മുടെ ഇത് നമുക്ക് റിവൈസ് ചെയ്യാം. പാന്റലോൺ എന്ന് പറയുന്ന പാന്റ്, ട്രൗസർ നമ്മുടെ സാധാരണക്കാര് ധരിച്ചു. പിന്നെ അവരെ നമ്മൾ വിളിക്കുന്നതാണ് സാൻസ്കിലോട്ട്. പിന്നെ ഒരു തൊപ്പി, ഫ്രീജിയൻ തൊപ്പി. ഇതാണ് അടിമത്തത്തിന്റെ അതിൽ നിന്ന് രക്ഷ നേടി എന്നുള്ള ഒരു പ്രതീകമായിട്ട് അവര് ഉപയോഗിച്ചൊരു തൊപ്പിയാണ് ഫ്രീജിയൻ തൊപ്പി അല്ലെ. ഓക്കെ. അതിനുശേഷം എന്താണ്, ഗില്ലറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അസൈനാറ്റ് അല്ലെ, അസൈനാറ്റ് എന്തുവായിരുന്നു? 1789 ഫ്രാൻസ് പുറത്തിറക്കിയ ഒരു നോട്ടാണ്. അത് ഇവരെ ഒരുപാട് അടിച്ചിറക്കിയത് കൊണ്ട് മൂല്യം തകർന്നു. അപ്പോ 1792 പുതിയൊരു ഭരണസമിതി വരുന്നു. അതും എന്ത് ചെയ്തു? ഈ ലൂയി 16 വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നെന്തുവായിരുന്നു? ഭയങ്കര അതിഭീകരമായ ഭരണമായിരുന്നു അല്ലെ. ഈ അതായത് ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുന്നവര്, അതായത് പ്രഭുക്കന്മാരെ, പുരോഹിതര്, രാജാവിനെ അനുകൂലിക്കുന്നവരെ, അങ്ങനെയുള്ളവരെയൊക്കെ കൊന്നു തള്ളി. 1500 പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ച് കൊന്നു തള്ളി. അതാണ് എന്ത്, ഫേമസ് ആയിട്ടുള്ള സെപ്റ്റംബർ കൂട്ടക്കൊല അഥവാ സെപ്റ്റംബർ മസാക്കർ. അപ്പൊ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച യന്ത്രമായിരുന്നു ഗില്ലറ്റിനെ മെയിനായിട്ട് ഉപയോഗിച്ച ആ ഒരു ഭരണാധികാരി, ആൾക്കാരെ ഇങ്ങനെ കൊല്ലാൻ അങ്ങനെ ഉപയോഗിച്ച ഭരണാധികാരി റോബസ്പിയർ, അയാളും അവസാനം ഗില്ലറ്റിൻ കൊണ്ട് തന്നെ തീർന്നു. പിന്നെന്താണ് നമ്മൾ നോക്കി, 1795 ഒരു പുതിയ ഭരണഘടന വന്നു. പക്ഷെ അതും അഴിമതി കാരണം തകർന്നു പോയി അല്ലെ. ഇത്രയാണ് നമ്മൾ നോക്കിയത്. പിന്നെന്തായിരുന്നു? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അനന്തര ഫലങ്ങളും കൂടെ നോക്കിയായിരുന്നു അല്ലെ. എന്തായിരുന്നു? രാജ്യം എന്ന് പറഞ്ഞാൽ ആ ഭൂപ്രദേശം മാത്രമല്ല, ആ ജനങ്ങൾ മൊത്തമാണ് അല്ലെ. അങ്ങനെ ഒരു സന്ദേശം കൂടെ ലോകത്തിൽ കൊടുത്ത ഒരു വിപ്ലവമാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ. അപ്പൊ ഇത്ര ഓക്കെ ആയല്ലോ. ശരി, നമുക്കത് പോളൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം ടെലഗ്രാം ചാനലിലിടയ്ക്ക് കേട്ടോ. അപ്പൊ ഇത്ര ഓക്കെ അല്ലേ. ഇനി ഇത് മറക്കില്ല. നമ്മളിങ്ങനെ എല്ലാം തീർത്ത് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആയല്ലോ. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ ആൽഫി. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഞാൻ ഇതിന്റെ റെക്കോർഡ് ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഇന്നലത്തെ ഞാൻ ഇട്ടില്ലായിരുന്നു, ഇടാം. ഓക്കെ. താങ്ക് യു. ശരി. താങ്ക് യു.